ധൃതരാഷ്ട്രപുത്രന്മാർ 100 പേരും പാണ്ഡവപുത്രന്മാർ 5 പേരും സമപ്രായക്കാരായതിനാൽ ഒന്നിച്ചു കളിച്ചാണ് വളർന്നു വന്നത്. ഭീഷ്മർ അവരുടെ കാര്യങ്ങളെല്ലാം വേണ്ടതുപോലെ നോക്കി ചെയ്തു. ഭീമസേനനായിരുന്നു എല്ലാവരിലും അതിബലവാൻ. തന്റെ ശക്തി കാണിക്കുവാനായി ഭീമൻ പലപ്പോഴും ധൃതരാഷ്ട്രപുത്രന്മാരെ ഉപദ്രവിച്ചുകൊണ്ടേയിരുന്നു. ബാലസഹജമായ വികൃതി മാത്രമായിരുന്നുവെങ്കിലും ദുര്യോധനാദികൾക്ക് അത് ക്രമേണ അസഹ്യമായി തീർന്നു. ഭീമന്റെ വർദ്ധിച്ച ബലത്തിൽ അസഹിഷ്ണുവായി തീർന്ന ദുര്യോധനൻ എങ്ങനെയെങ്കിലും ഭീമനെ കൊല്ലണമെന്ന് തന്നെ തീർച്ചപ്പെടുത്തി. അപ്പോഴേക്കും അവർ കുറെയൊക്കെ വളർന്നു കഴിഞ്ഞിരുന്നു. അതോടുകൂടി ദുര്യോധനാദികൾക്ക് പാണ്ഡവന്മാരോട് പൊതുവേയും ഭീമസേനോട് പ്രത്യേകമായും പകയും വിദ്വേഷവും വളർന്നു വന്നു. ധൃതരാഷ്ട്രൻ മഹാരാജാവായിരുന്നതുകൊണ്ടും അദ്ദേഹം ഒരു പുത്രവത്സരനായിരുന്നതുകൊണ്ടും ദുര്യോധനന് ഒരു പ്രത്യേക സ്ഥാനം തന്നെ എല്ലായിടത്തും ഉണ്ടായിരുന്നു. അവൻ വിചാരിച്ച കാര്യങ്ങളെല്ലാം തന്നെ എളുപ്പത്തിൽ സാധിച്ചെടുക്കുവാനും കഴിഞ്ഞിരുന്നു. അങ്ങനെയിരിക്കെ ഒരു നാൾ എല്ലാവരും കൂടി ഗംഗാനദിയിൽ ജലക്രീഡയ്ക്കായി പോകാമെന്നും അവിടെ 3-4 ദിവസം സുഖമായി താമസിക്കാമെന്നും ദുര്യോധനൻ തീർച്ചപ്പെടുത്തി. അതിനുവേണ്ട സജ്ജീകരണങ്ങളും എല്ലാം ചെയ്തു. അവിടെ എല്ലാവർക്കും വളരെ സ്വാദിഷ്ടങ്ങളായ ഭക്ഷണങ്ങളും ഒരുക്കിയിരുന്നു. എന്നാൽ ഏറെ ഭക്ഷണപ്രിയനായ ഭീമസേനന് പ്രത്യേകമായി ഭക്ഷണം തയ്യാർ ചെയ്തു. അത് ദുര്യോധനൻ തന്നെ സ്വയം വിളമ്പിക്കൊടുക്കുകയും ചെയ്തു. പക്ഷേ അതിൽ രഹസ്യമായി കാളകൂട വിഷം കൂടി ദുര്യോധനൻ ചേർത്തിട്ടുണ്ടായിരുന്നു. അതറിയാതെ ഭീമസേനൻ സന്തോഷത്തോടെ മുഴുവനും കഴിച്ചു. പിന്നീട് എല്ലാവരും ചേർന്ന് ജലക്രീഡയ്ക്ക് പോവുകയും വളരെ സമയത്തെ ക്രീഡയ്ക്ക് ശേഷം മടങ്ങി വന്ന് അവരവരുടെ സ്ഥാനങ്ങളിൽ വിശ്രമിക്കാൻ കിടക്കുകയും ചെയ്തു. അതോടെ വിഷമെല്ലാം ദേഹത്ത് വ്യാപിച്ച് ക്ഷീണിതനായ ഭീമസേനൻ ബോധരഹിതനായി. ഇതുതന്നെ തക്ക സമയം എന്നുറപ്പിച്ച ദുര്യോധനൻ ഒരു വള്ളിക്കയറുകൊണ്ട് വലിഞ്ഞുകെട്ടി ഭീമസേനനെ നദിയുടെ അഗാധമായ ഒഴുക്കിലേക്ക് കൊണ്ടുതള്ളി. എന്നാൽ നദിയുടെ ആഴത്തിലേക്ക് താണുപോയ ഭീമസേനൻ എത്തപ്പെട്ടത് നാഗങ്ങളുടെ ലോകത്തായിരുന്നു. ഒരു മനുഷ്യനെ കണ്ട നാഗങ്ങൾ ഭയക്കുകയും ശേഷം ചുറ്റും വന്ന് ബോധരഹിതനായ ഭീമസേനനെ തുടരെ തുടരെ ദ്രംശിക്കുവാനും തുടങ്ങി. എന്നാൽ അവയുടെ വിഷം ഉള്ളിൽ ചെന്നപ്പോൾ അകത്തുള്ള കാളകൂട വിഷം നിർവീര്യമായി പോവുകയാണ് ചെയ്തത്. ബോധം തിരിച്ചു കെട്ടിയ ഭീമൻ തന്റെ കെട്ടുകളെല്ലാം പൊട്ടിച്ച് സർപ്പങ്ങളെ തിരിച്ചും ആക്രമിക്കാൻ തുടങ്ങി. തങ്ങളുടെ വിഷമൊന്നും ഭീമനിൽ ഏൽക്കുന്നില്ലെന്ന് കണ്ട നാഗങ്ങൾ ഭയചകിതരാവുകയും നാഗരാജാവായ വാസുകിയെ ഇതറിയിക്കുകയും ചെയ്തു. എന്നാൽ വാസുകിയാവട്ടെ ഭീമന്റെ ധീരതയിൽ പ്രീതിപ്പെടുകയാണ് ഉണ്ടായത്. ശേഷം അവനെ വേണ്ടതുപോലെ സൽക്കരിച്ച് എന്തെങ്കിലും സമ്മാനങ്ങൾ കൊടുക്കുവാൻ തീർച്ചപ്പെടുത്തി. സമ്മാനമായി തിരഞ്ഞെടുത്തത് 1000 നാഗങ്ങളുടെ ശക്തി പ്രദാനം ചെയ്യാൻ കഴിവുള്ള നാഗരസമായിരുന്നു. ഭീമസേനാവട്ടെ തന്റെ മുന്നിൽ കൊണ്ടുവച്ച നാഗരസത്തിൽ 8 കുടങ്ങളോളം നിഷ്പ്രയാസം കുടിച്ചു തീർത്തു. ശേഷം അതിന്റെ പ്രഭാവത്തിൽ ഗാഠനിദ്രയിലോട്ടും പോയി. 8ാം ദിവസമാണ് പിന്നീട് ബോധത്തിലേക്ക് തിരിച്ചു വന്നത്. അതോടെ 10,000 ആനകളുടെ ബലമാണ് ഭീമസേനന് ലഭിച്ചത്. നാഗങ്ങളുടെ സഹായത്തോടെ തന്നെ ഭീമൻ പിന്നീട് കരയിലേക്ക് മടങ്ങിയെത്തുകയും ചെയ്തു. ജലക്രീഡ കഴിഞ്ഞ് മടങ്ങിയ കുമാരന്മാരിൽ ഭീമസേനനെ കാണാതെ കുന്തിയും മറ്റുള്ളവരും വിഷമിച്ചിരിക്കുകയായിരുന്നു. ദുര്യോധനൻ എന്തെങ്കിലും അരുതാത്തത് ചെയ്തിരിക്കുമോ എന്ന് തന്നെ പാണ്ഡവ സഹോദരങ്ങൾ സംശയിച്ചു. അപ്പോഴാണ് പൂർവാധികം തേജസ്സോടെ ഭീമസേനൻ അങ്ങോട്ട് കയറി വന്നത്. നടന്ന കാര്യങ്ങൾ മുഴുവനും ഭീമൻ അമ്മയോടും സഹോദരങ്ങളോടും വിവരിച്ചു. എല്ലാം കേട്ട ശേഷം യുധിഷ്ഠിരൻ പറഞ്ഞു, തൽക്കാലം ഈ കാര്യങ്ങളൊന്നും ആരോടും പറയണ്ട, നമുക്കിനി ജാഗ്രതയോടെ ഇരിക്കാം. പിന്നെയും ഒരിക്കൽ കൂടി ദുര്യോധനന്റെ നേതൃത്വത്തിൽ ഭീമന് വിഷം ഭക്ഷണത്തിൽ കലർത്തി നൽകിയെങ്കിലും ശരീരത്തിലെ നാഗരസത്തിന്റെ ശക്തിയാൽ അത് ഏൽക്കാതെ പോയി. കാലം കഴിഞ്ഞപ്പോൾ കുമാരന്മാരുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ധൃതരാഷ്ട്രരും ഭീഷ്മരും ചിന്തിക്കുവാൻ തുടങ്ങി. അതിനായി അവർ അതീവ ജ്ഞാനിയായ കൃപാചാര്യനെ നിയോഗിച്ചു. ധനുർവിദ്യയിൽ ജ്ഞാനിയായിരുന്ന ശരദ്വാൻ എന്ന മഹർഷിയുടെ പുത്രനായിരുന്നു കൃപാചാര്യൻ. ഭീഷ്മരുടെ പിതാവായ ശന്തനു മഹാരാജാവ് ഒരു നാൾ നായാട്ടിനായി വനത്തിൽ പോയപ്പോൾ അവിടെ അനാഥരായി കിടക്കുന്ന 2 കുട്ടികളെ കാണുവാനിടയായി. കരളറിഞ്ഞ രാജാവ് അവരെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു. അതിലെ ആൺകുട്ടിക്ക് കൃപനെന്നും പെൺകുട്ടിക്ക് കൃപി എന്നും പേര് വിളിച്ചു. പിന്നീട് ജ്ഞാനദൃഷ്ടി കൊണ്ട് തന്റെ മക്കൾ രാജധാനിയിൽ വളരുന്നുണ്ടെന്നറിഞ്ഞ ശരദ്വാൻ അവിടെ വരികയും കൃപനെ ധനുർവിദ്യയും നാനാശസ്ത്രങ്ങളും പഠിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ കൃപൻ ശ്രേഷ്ഠനായ ഒരാചാര്യനായി തീർന്നു. അദ്ദേഹമാണ് ധൃതരാഷ്ട്രപുത്രന്മാരെയും പാണ്ഡുപുത്രന്മാരെയും ആയുധവിദ്യയുടെ ബാലപാഠങ്ങൾ പഠിപ്പിച്ചത്. കാലം കഴിഞ്ഞപ്പോൾ കുമാരന്മാർക്ക് അസ്ത്രവിദ്യയിൽ ഉപരിപഠനം നൽകുന്നതിന് കുറച്ചുകൂടി ശ്രേഷ്ഠനായ ഒരാചാര്യനെ ഭീഷ്മർ അന്വേഷിച്ചുകൊണ്ടിരുന്നു.
ദിവ്യാസ്ത്രങ്ങൾ പോലും അനുഗ്രഹിച്ചു നൽകുവാൻ കഴിവുള്ള ഒരു മഹാഗുരുവിനായി.